ആരെയും കുറ്റപ്പെടുത്തിയതല്ല. അള്ളാഹുവിന്റെ റസൂൽ തന്നെ സഹാബത്തിന് പറഞ്ഞു കൊടുത്ത് അവന്റെ മനസ്സറിയാതെ അതിലേക്ക് വരുന്നത് കൊണ്ടാണ് അതിന് അൽ മാൽ, സമ്പത്ത് എന്ന് പേരിട്ടിരിക്കുന്നത്. അതിന് സമ്പത്ത് എന്ന് പേരിട്ടിരിക്കുന്ന അതുകൊണ്ടാണ് അല്ലെ. അൽ മാൽ യമീലു, ചായുന്നു, ചരിയുന്നു, ചിന്തകളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടിരിക്കുന്നത്. എവിടെ പണമിരിക്കുന്നുവോ അവിടെയാ നമ്മുടെ മനസ്സ്. എവിടെ പണമിരിക്കുന്നുവോ അവിടെയാ നമ്മുടെ മനസ്സ്. എവിടെ സ്വത്തിരിക്കുന്നുവോ അവിടെയാ നമ്മുടെ മനസ്സ്. അതുകൊണ്ടല്ലേ നാല് ചെറുപ്പക്കാര് നാനോ എന്ന് പറയുന്ന വാഹനത്തിന്റെ ഫ്രണ്ടിൽ കയറ് കെട്ടുകയാ, പുറകിൽ കയറ് കെട്ടുകയാ. ആ കയറിന്റെ മറ്റേ ഭാഗം കൊണ്ടുപോയി ATM മെഷീനിൽ കെട്ടുകയാ. എന്നിട്ടതിന്റെ അടിഭാഗം തുറന്നുകൊണ്ട് ATM ഇളക്കുകയാ. നാനോ വാഹനം മുമ്പിലോട്ടെടുക്കുമ്പോ ATM കുലുങ്ങിയിട്ട് പുറത്തേക്ക് വരുമ്പോ അതിന്റെ കത്തിരുന്നെടുത്തു കൊണ്ടുപോകുന്ന പണം മുഴുവൻ അതിന്റെ കത്തുണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ആർത്തിനേറ്റുപോയ ചെറുപ്പക്കാരാ പണത്തിന്റെ പിന്നാലെ പോയത്. പണത്തിനോട് മനുഷ്യന്റെ മനസ്സ് ബന്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ്. 20 ലക്ഷവും 40 ലക്ഷവും രൂപ കൈമോല് കൊടുത്തിട്ട് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവരില്ലേ? അവരെന്തിനാണത് വാങ്ങുന്നത്? 20 ലക്ഷം കൊടുത്താൽ നാളെ ഒരു സമയത്ത് ഇതിന്റെ 100 എനിക്ക് തിരിച്ച് പ്രതിഫലം കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണെന്ന് പ്രിയപ്പെട്ടവരെ കൈകോല് കൊടുക്കുക. പണം മോഹിക്കാത്തവരാണ് അധികാരി വർഗത്തിന്റെ കസേരകൾക്ക് വേണ്ടി വെളിപ്പെടുത്തം നടത്തുന്ന മനുഷ്യവർഗത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഏറ്റവും വലിയ കിടാത്ത ആഗ്രഹം എന്ന് പറയുന്നത് ഒരു തീഗോളം പോലെ മനുഷ്യന്റെ ഉള്ളിൽ പണം പടരുന്ന ആഗ്രഹം എന്ന് പറയുന്നത് പണത്തിനോടാ പ്രിയപ്പെട്ടവരെ. ഒരു മുസ്ലിം ചെറുപ്പക്കാരന് വിവാഹാലോചന വന്നാൽ ആ വന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ സ്വത്തിനെ കുറിച്ചല്ലേ ആദ്യം എന്റെ പ്രിയപ്പെട്ട ഉത്തമാര് ചിന്തിക്കൂ. എത്ര ഏക്കർ വസ്തുവായുള്ളത്, എത്ര എണ്ണപ്പാടമായുള്ളത്, എത്ര വൃത്തമായുള്ളത്, എത്ര വാഹനമായുള്ളത്, എന്റെ പെണ്ണുപോലെ കൈമണിയായിട്ട് എത്രയാ കൊടുക്കുന്നത്, വാഹനം ഏതാണെന്റെ കല്ലുകുലത്തിന് കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അവസാനം ഉണ്ടായിപ്പോയിപ്പാ. കല്യാണം കഴിഞ്ഞ് 4 മാസം കഴിയുമ്പോ പൊന്നുമോട് കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരികയാ. സമാധാനമില്ല ഉപ്പാ, സമാധാനമില്ല ഉമ്മ. കല്ലുപിടിച്ച് ബോധമില്ലാതെ ഭർത്താവ് വീട്ടിന്റെ കത്തവത്തിലേക്ക് കടന്നുകൊണ്ട് ഭാര്യയുടെ മുടിക്കുപ്പിന് പിടിച്ച് ചെവലിടിക്കുകയാ, ഭാര്യയുടെ ഉമ്മയെ ഉപദ്രവിക്കുകയാ. അല്ലാഹുവേ, എത്രയോ വിവാഹമോചനത്തിന്റെ കേസുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ മനസ്സിന്റെ കത്തുള്ളത്. ഡോക്ടർമാര്, വക്കീലമാര്, എഞ്ചിനീയർമാര്, ഉന്നത ഉദ്യോഗസ്ഥ മേഖലയിൽ ഏറ്റവും വലിയ പണത്തിന്റെ രാജാവായി ജീവിച്ചുപോയ കുടുംബത്തിന്റെ കത്ത് പൊന്നോദന മക്കളെ പറഞ്ഞു വിട്ടിട്ട് പണം നോക്കിയ ഉമ്മ, പവർ നോക്കിയ ഇപ്പോ അവസാന സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടെല്ലാം തകർന്ന് കരിപ്പണമായി കണ്ണീരും ചെയ്യുമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നശിക്കപ്പെട്ട ശാപം കുറിച്ച രണ്ടമേലെ ഒന്നുമറിയാത്ത പാവപ്പെട്ട പെൺകുട്ടികളാ വീട്ടിന്റെ കത്ത് ജീവച്ചലമായി കിടന്നു പോകുമ്പോ നീ ഓർക്കില്ല മുസ്ലിമേ, എന്റെ പുണ്യോമനപുത്രിയെ ഫ്ലൈറ്റിലൂടെ കൊണ്ട് കറങ്ങി നടക്കുന്ന മരുമകനെയാണ് കിട്ടുന്നതെന്നറിഞ്ഞപ്പോ എല്ലാം മറന്നുകൊണ്ട് പണത്തിന്റെ പിന്നാലെ പിടിച്ചവനെ പോലെ നാം നീക്കി നടന്നിട്ട് അവസാനം കരയേണ്ടി വന്നില്ലേ, അവസാനം സങ്കടപ്പെടേണ്ടി വന്നില്ലേ. അല്ലാഹുവിന്റെ പള്ളി പരിപാലന സമിതിയിലെ ഓഫീസിന്റെ അകത്തളങ്ങളില് എത്രയോ വിവാഹമോചനത്തിന്റെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാ. എന്തിനാണുപ്പാ ലോകത്ത് കോടാന് പേര് സമ്പാദ്യം ഉണ്ടാകട്ടെ. ആരെങ്കിലും ഇന്നവരെ പ്രിയപ്പെട്ടവരെ അത് സ്വന്തം കബറിടത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, സ്വന്തം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 1600 കോടി ഡോളറിന്റെ ആസ്തിയുണ്ടായിരുന്ന 80 ലക്ഷത്തോളം ഏക്കർ എണ്ണപ്പാടമുണ്ടായിരുന്ന 1000 പന്തയ കുതിരകളുണ്ടായിരുന്ന 1970 ലോകസമ്പന്നനെന്ന് ലോകം തലകുടിക്ക് സമ്മതിച്ച നെൽസൺ മങ്കർ അവിടെ പോയി പ്രിയപ്പെട്ടവര്. ആ നെൽസൺ മങ്കർ അവിടെ പോയി പ്രിയപ്പെട്ടവര്. 1000 പന്തയ കുതിരകളാ, 80 ലക്ഷത്തോളം ഏക്കർ എണ്ണപ്പാടന, 1600 കോടി ഡോളറിന്റെ ആസ്തിയ നെൽസൺ മങ്കർ എവിടെ എന്റെ പ്രിയപ്പെട്ട ഗുരുവായൂരുകാരാ. നെൽസൺ മങ്കർ എവിടെയെന്നറിയോ? വൃദ്ധസദനത്തിന്റെ കത്ത് വെള്ളം കുടിക്കാകട്ടെ കന്നുകാലികൾ പട്ടിണികളും നഷ്ടപ്പെടുന്നതുപോലെ 1600 കോടി ഡോളറിന്റെ ആസ്തിയുണ്ടായിരുന്ന 1970 ലോകസമ്പന്നനായ നെൽസൺ മങ്കർ എന്റെ സഹോദരങ്ങളെ പുഴുത്തു ചപ്പടുങ്ങി
പോവുക. എന്റെ മുമ്പിൽ നിൽക്കുന്ന മുസ്ലിമേ,